ഏറ്റവും സ്നേഹം നിറഞ്ഞ നിങ്ങൾക്ക് നമസ്കാരം. കണ്ണൂർ സർവകലാശാല യൂണിയൻ്റെ സാഹിത്യോത്സവത്തിൽ ഇങ്ങനൊരു സെഷനിൽ പങ്കെടുക്കാൻ കഴിയുന്നതിൻ്റെ സന്തോഷം ആദ്യം രേഖപ്പെടുത്തുന്നു. സെഷൻ നിങ്ങൾക്ക് കേട്ടു പരിചിതമായതുപോലെ കഞ്ചാവും സിനിമയും രണ്ട് ലഹരികൾ എന്ന നിലയിലാണ് കാണുന്നത്. കഞ്ചാവ് നമുക്കറിയാം, ലിജീഷറിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് കഞ്ചാവ്. സിനിമ അതുപോലെ തന്നെ ചിലപ്പോൾ അതിനേക്കാളധികം ആളുകളെ മത്തുപിടിപ്പിച്ചിട്ടുള്ള ഒരു ലഹരിയാണ്. സിനിമയുടെ പേരിലാണ് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ഉള്ള ചർച്ചകളായിരിക്കും, ആ നിലയിൽ സിനിമയിൽ ഊന്നിയായിരിക്കും ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച നടക്കുന്നത്. നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഇതിൽ പ്രതീക്ഷിക്കുന്നു. 1950കളോടെ മലയാളത്തിൽ സിനിമ വലിയ നിലയിൽ കടന്നു വരുന്നുണ്ട്. സിനിമ വ്യവസായം എന്നുള്ള നിലയിൽ കുറേ സിനിമകളുണ്ടായി വരുന്നുണ്ട്. അത്തരത്തിൽ ഒരു പൊതു മലയാളി, കേരളം രൂപപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ പൊതു മലയാളി എന്നുള്ള നിലയ്ക്ക് മലയാളികളെ ഒന്നിച്ച് പിടിക്കാൻ ആവശ്യമായ ഒരു സാധ്യത, ഒരു സാംസ്കാരിക വിഭവമായിട്ടാണ് സിനിമ മലയാളത്തിൽ നിലവിൽ വന്നതെന്ന് സുനിൽ പിള്ളയുടെ പോലുള്ള ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. അത്തരത്തിലൊരു സാംസ്കാരിക വിഭവം 2024 എത്തി നിൽക്കുമ്പോൾ ഏത് നിലയ്ക്കാണ് മലയാളത്തിൽ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഒരു ലഹരിയായി മാറുന്ന സന്ദർഭം എത്തി നിൽക്കുന്നത് എന്നാലോചിക്കുന്നതായിരിക്കും ഈ ചർച്ചയുടെ തുടക്കത്തിന് ഉപകാരപ്പെടുക. അങ്ങനെ നോക്കുമ്പോൾ മലയാളത്തിലെ സിനിമ ഇന്ന് എവിടെയാണ് എന്നുള്ളൊരാലോചനയിൽ നമുക്കത് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ലിജീഷേട്ടന് അതിലെന്താ പറയുന്നത്? ഒരു സാംസ്കാരിക വിഭവം എന്ന രൂപത്തിൽ വ്യക്തിപരമായി സിനിമ കാണുകയോ അതിനെ ട്രീറ്റ് ചെയ്യുകയോ ചെയ്യാത്ത ഒരാളാണ് ഞാൻ എന്നൊരു പരിമിതി അനശ്വർ പറയുമ്പോൾ എനിക്കുണ്ട്. ഞാൻ അങ്ങേയറ്റം കൊമേഴ്സ്യലായ, അങ്ങേയറ്റം തട്ടുപൊളിപ്പരെന്നൊക്കെ നമ്മൾ വിളിക്കുന്ന സിനിമകളുടെ വലിയ ആരാധകനും പലപ്പോഴും അത്തരം സിനിമകളുടെ പ്രിവ്യൂകളോ അത്തരം സിനിമകൾ അതിൻ്റെ ആദ്യത്തെ ഷോയിൽ ക്യൂ നിന്ന് കാണുകയോ ചെയ്യുന്നൊരു പ്രേക്ഷകനും ആണ്. അതുകൊണ്ട് തന്നെ ഒരു മുഖ്യധാര എങ്ങനെ സിനിമയെ കൊണ്ടാടുന്നു എന്ന കാര്യത്തിൽ മാത്രമായിരിക്കും വ്യക്തിപരമായി എനിക്ക് സിനിമയെക്കുറിച്ച് പറയാൻ കഴിയുക. പിന്നെ ഇങ്ങനൊരു തലക്കെട്ട്, കഞ്ചാവും സിനിമയും രണ്ട് ലഹരികളെന്നൊരു തലക്കെട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി അതിൻ്റെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഇടുന്നു എന്നത് വ്യക്തിപരമായി എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട്. എൻ്റെ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ പുസ്തകങ്ങളിൽ ഒന്നിൻ്റെ പേരാണ് കഞ്ചാവെങ്കിലും നേരത്തെ എന്നെ പരിചയപ്പെടുത്തുമ്പോൾ വായിച്ച ബയോഡാറ്റയിൽ ആ പുസ്തകത്തിൻ്റെ പേര് മാത്രം ഇല്ലായിരുന്നു, കഞ്ചാവ് പറഞ്ഞിട്ടില്ല. മറ്റു പുസ്തകങ്ങളുടെ പേരുകൾ ഇങ്ങനെ പറയുന്നത് ഞാനിങ്ങനെ രസമായി കേട്ടിരിക്കുകയായിരുന്നു അവിടെ. കാരണം ആളുകൾക്ക് പറയാൻ അത്രത്തോളം പ്രയാസമുള്ള, ഒരുപക്ഷെ കുറേ കൂടെ കുട്ടികളൊക്കെ ഇരിക്കുന്ന, കുഞ്ഞുങ്ങളൊക്കെ ഇരിക്കുന്ന ഇടത്ത് ആളുകളെ വഴിതെറ്റിക്കുന്ന ഒരു പ്രയോഗം വേണ്ടതില്ല എന്ന തോന്നൽ കണ്ടോ മറ്റോ ഒക്കെ ആളുകൾ മനഃപൂർവ്വം വെട്ടിക്കളയുന്ന ഒന്നാണ് കഞ്ചാവ്, ലഹരി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആദ്യമേ അതിലൊരു ക്ലാരിഫിക്കേഷൻ പറയാം. കഞ്ചാവ് തീർച്ചയായും കഞ്ചാവിൻ്റെ ലഹരിയെക്കുറിച്ചുള്ളൊരു പുസ്തകമേ അല്ല. അങ്ങനെ കഞ്ചാവിനെ കാണരുത്. അങ്ങനെ കാണുന്നതിൽ പ്രയാസമുള്ളത് കൊണ്ടല്ല, പുസ്തകത്തിൻ്റെ യാഥാർത്ഥ്യം അതല്ലാത്തത് കൊണ്ട് ഞാനങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ കുട്ടിക്കാലത്ത്, ഒരുപക്ഷെ നിങ്ങളുടെ കുട്ടിക്കാലത്തുള്ള വൈവിധ്യങ്ങളൊന്നും ലഹരിക്കില്ലാത്ത ഒരു കുട്ടിക്കാലമാണ് എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത്. അന്ന് വലിയ ലഹരി വസ്തു എന്ന് പറയുന്നത് സത്യത്തിൽ കഞ്ചാവാണ്. അതിലും വലിയൊരു ലഹരി വസ്തു കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കാലത്തും ഒരു നാട്ടിലുമാണ് ഞാൻ ജനിച്ചതും ജീവിച്ചതും. അതുകൊണ്ട് തന്നെ അന്ന് മുതലേ ആളുകൾ ഒളിച്ച് കടത്തുന്ന ലഹരിയുടെയൊക്കെ ഒരു എക്സ്ട്രീം പേരായി കഞ്ചാവ് എൻ്റെ ഉള്ളിലും എൻ്റെ ചുറ്റും ഇങ്ങനെ പുകയുന്നുണ്ട്. അതുകൊണ്ട് എന്നെ ലഹരി പിടിപ്പിച്ച മനുഷ്യർക്ക്, എന്നെ ലഹരി പിടിപ്പിച്ച കാഴ്ചയ്ക്ക് എന്ത് തലക്കെട്ടിടും എന്ന ആലോചനയ്ക്ക് കഞ്ചാവിലപ്പുറം ഒരു പേരില്ല എന്നതുകൊണ്ടാണ് കഞ്ചാവ് എന്ന് പറയുന്ന പേരിട്ട്. അത് വ്യക്തിപരമായ ലഹരിയുടെ എല്ലാ വൈവിധ്യങ്ങൾക്കും, അത് കുറേ മനുഷ്യരുടെ കുറേ ജീവിതത്തിൻ്റെയൊക്കെ പുസ്തകമാണ്. അതിനോട് തോന്നിയ അട്രാക്ഷൻ്റെ പുസ്തകമാണ്. അതിലൊന്നാണ് സിനിമയും. അതുകൊണ്ട് സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലഹരി വസ്തു
മാത്രമാണ്. അതിൽ പലതരം സിനിമകളുണ്ട്. ഞാൻ ഒളിച്ച് കാണാൻ പോയ സിനിമകളുണ്ട്. ഞാൻ ആളുകൾക്കിടയിലൂടെ ധൈര്യപൂർവ്വം കാണാൻ പോയ സിനിമകളുണ്ട്. ഒരുപക്ഷെ ചുറ്റും കൂവലുകൾ മാത്രം വരുന്ന തിയേറ്ററിലിരുന്ന് കണ്ട സിനിമകളുണ്ട്. അതുകൊണ്ട് സിനിമ എവിടെ എത്തി നിൽക്കുന്നു, മലയാളിയുടെ സിനിമ എന്നതിന് എക്കാലത്തും മലയാളിക്ക് അയാളുടേതായ ഒരു സിനിമയുണ്ടായിരുന്നു. അയാളുടെ ജീവിതത്തെ അയാൾ ഏറിയും കുറഞ്ഞും തിയേറ്ററിൽ പല രൂപത്തിൽ ആവിഷ്കരിക്കാനും അതിനെ തന്നെ കണ്ടിരിക്കാനും ശ്രമിച്ചിരുന്നു. ആ കാഴ്ചയുടെ തുടർച്ച അതിഗംഭീരമാം വിധം പുതിയ കാലത്തും സംഭവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ തോന്നൽ. അതുകൊണ്ട് ലോക സിനിമയോളം മലയാളിയുടെ സിനിമ നടന്നോ എന്ന അന്വേഷണമാണ് നടത്തുന്നതെങ്കിൽ ഒരു മലയാളി ജീവിതം മാത്രം പരിചയമുള്ള ഒരാൾ എന്ന നിലയ്ക്ക് എൻ്റെ സിനിമ ഞാൻ കണ്ട ശീലങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ പരിസ്ഥിതിയിൽ നിന്ന് കുറേ കൂടെ വലിപ്പം പ്രാപിച്ചു എന്ന് തന്നെയാണ് എൻ്റെ തോന്നൽ. സിനിമയ്ക്ക് പോക്ക് വളരെ കേവലമായി ആസ്വദിക്കാൻ വേണ്ടി ഒരാൾ നടന്നു പോകുന്ന പോക്കാണെങ്കിൽ പോലും അതൊരു സാംസ്കാരിക രൂപകമാണ്, ഒരു കൾച്ചറൽ മെറ്റഫർ എന്നുള്ള നിലയ്ക്കാണ് സിനിമയ്ക്ക് പോക്ക് നിൽക്കുന്നത്. ഒരാൾ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോവുകയല്ല, ഒരാൾ ഒറ്റയ്ക്ക് സിനിമ കാണുകയല്ല, ഒരു കൂട്ടത്തിനിരുന്ന് തിയേറ്ററിൽ കറുത്ത വെളിച്ചത്തിൽ കറുപ്പിനിടയിൽ നിന്നൊരാൾ ഒറ്റയ്ക്ക് ഒരു സ്ക്രീനിലേക്ക് നോക്കിയത് ആസ്വദിക്കുകയാണ്. ഒരാൾക്കൂട്ടത്തിനിടയിൽ അയാൾ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഈ നിലയിൽ എങ്ങനെയാണ് സിനിമ കാണൽ എന്നുള്ള പ്രവൃത്തിയെ, പല നിലയ്ക്ക് സിനിമ കാണൽ മാറിയിട്ടുണ്ട്. തിയേറ്ററുകൾ, കൊട്ടകൾ മാറി, മൾട്ടിപ്ലക്സുകളായി, അത് മാറി, കമ്പ്യൂട്ടറിൽ കാണുന്നു, പലതരം സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ വരുന്നു, ഒടുവിൽ മൊബൈൽ ഫോണിൻ്റെ ചെറിയൊരു സ്ക്രീനിലേക്ക് മാറുന്നു. ഈ മാറ്റം കഴിഞ്ഞൊരു 20 നൂറ്റാണ്ടിനിടയ്ക്കെങ്കിലും ഉണ്ടായിട്ടുള്ള മാറ്റം എങ്ങനെയാണ് സുധീഷേട്ടൻ നോക്കിക്കാണുന്നത്? ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ലിജീഷേട്ടൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഈ എൻ്റെ ചെറുപ്പകാലത്ത് നിന്ന് ഉള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനാണ് സിനിമ കാണുന്നതിലെ മിടുക്കൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആ നാട്ടിൽ ഏത് സിനിമ ഇറങ്ങിയാലും ആദ്യം കാണുന്ന അദ്ദേഹമാണ്. എൻ്റെ ഓർമ്മ വെച്ച് എനിക്ക് തോന്നുന്നു ഈ വൈശാലിയും 1921 ഇറങ്ങിയ വർഷം അന്ന് കണ്ണൂർ ജില്ലയിൽ തിയേറ്റർ ഹർത്താലായിരുന്നു. അച്ഛൻ ഫ്രണ്ട്സിനെയും കൂടി ഓട്ടോ പിടിച്ച് കാസർഗോഡ് പോയിട്ടാണ് ഈ 2 സിനിമകളും കണ്ടിട്ട് വരുന്നത്. അപ്പോൾ സിനിമ കാണുന്നതിനേക്കാൾ ഉപരി ഇപ്പം ഞാൻ വരുന്ന നാടെന്ന് വെച്ച് കഴിഞ്ഞാൽ പയ്യന്നൂരിൽ നിന്ന് കുറച്ച് ഉള്ളോട്ട് പോകണം. അവിടെ ഏകദേശം ഞാൻ ഡിഗ്രി പഠിക്കുമ്പോഴാണ് നാട്ടിൽ കറണ്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ വിനോദോപാധി എന്ന് പറയുന്നത് ഈ തെയ്യം വരുന്ന സമയത്തുള്ള നാടകങ്ങൾ, പിന്നീടാണ് ഗാനമേളകളൊക്കെ വന്നത്, പിന്നെ ആകെയുള്ളത് റേഡിയോ ആണ്. അപ്പോൾ പിന്നെ ദൂരദർശനിലെ ചാനലിൽ സിനിമ കാണാൻ വേണ്ടി പറ്റുന്നത് സോളാറുള്ള വീട്ടിൽ മാത്രം, അത് നന്നായി വെയിലുണ്ടെങ്കിൽ മാത്രമേ സിനിമ നടക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ തിയേറ്റർ മാത്രമാണ് നമ്മുടെ ആശ്വാസം എന്നുള്ളത്. അപ്പോൾ ഈ വൈകുന്നേരങ്ങളിൽ അച്ഛൻ പഴയ നസീർ, അദ്ദേഹം ജയൻ്റെ കടുത്ത ആരാധകനായിരുന്നു. ആക്ഷൻ പടങ്ങളോട് വല്ലാത്ത താല്പര്യം. ജയൻ, സുരേഷ് ഗോപി, പൃഥ്വിരാജ് അവിടെ അവസാനിച്ചു എന്നാണ് വിശ്വസിക്കുന്നത് അദ്ദേഹം. അപ്പോൾ ഈ കഥകൾ ഭയങ്കര രസമായിട്ട് പറഞ്ഞു. കഥകൾ പറഞ്ഞ ചില പാട്ട്, ഇപ്പം പഴയ വയലാർ എഴുതിയ പാട്ടുകളൊക്കെ ആണെങ്കിലും ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ എന്നുള്ള പാട്ട് വരുമ്പോൾ സ്ക്രീനിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഭയങ്കര രസമായിട്ട് വിഷ്വലി പറഞ്ഞു തരും. അപ്പം സിനിമ കാണുന്നതിന് മുമ്പേ മനസ്സിൽ ഈ നസീറിൻ്റെ മുഖം വെച്ച് വിഷ്വൽ ഉണ്ടാക്കുക എന്നുള്ളിടത്തു നിന്ന് തുടങ്ങി പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ സി ക്ലാസ് തിയേറ്ററാണ് മെയിനായിട്ടുള്ളത്. നമുക്ക് തിയേറ്റർ മാത്രമേ ഉള്ളൂ. ഇപ്പോഴും നമ്മൾ സിനിമ കാണുമ്പോൾ തിയേറ്ററിൽ കാണുന്നതിൻ്റെ ഒരു 1% മാത്രമേ ചിലപ്പോൾ നമുക്ക് ഒരു മൊബൈൽ സ്ക്രീനിലൊക്കെ, ഇപ്പം മേ ബി നമുക്ക് ജോജിയൊക്കെ പോലുള്ള സിനിമകൾ വളരെ പേഴ്സണൽ സ്പേസിൽ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ പോലും അതിൻ്റെ മൊത്തത്തിലുള്ളൊരു സിനിമ കാണുക എന്നുള്ള പ്രോസസ്സ് ശരിക്കും നമ്മളൊരു തിയേറ്ററിൽ അപ്പുറത്ത് 2-3 ആൾക്കാർ ഇരിക്കുമ്പോൾ ഉള്ളൊരു ഫീൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഓട്ടത്തിനിടയ്ക്കൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പം 2024 എൻ്റെ സിനിമകളെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 6 മണി അല്ല ഒരു 5:30 ആകുമ്പോൾ തുടങ്ങും. കാരണം അടുക്കളയിൽ കയറി കുക്ക് ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ തലേദിവസം ആമസോൺ പ്രൈമിലോ നെറ്റ്ഫ്ലിക്സിലോ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ഇതര ഭാഷാ സിനിമകൾ ഞാൻ അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് കാണാത്ത, ഇപ്പോൾ ലീഷേട്ടൻ പറഞ്ഞാൽ ഈ തട്ടുപൊളിപ്പൻ സിനിമകൾ ഉണ്ടാവുമല്ലോ, അതായത് അടി ഇടി വെടി മാത്രമുള്ള, നമുക്ക് തുടക്കം ഒരു 10 മിനിറ്റ് കണ്ടാൽ തന്നെ കഥ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന സിനിമകൾ കാണുമ്പോൾ ഞാൻ മൊബൈൽ അടുക്കളയിൽ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മൊബൈൽ എവിടെ വെക്കണം, സൗണ്ടൊക്കെ വരുന്ന വിധത്തിൽ. അപ്പം സിനിമ എനിക്ക് തോന്നുന്നു ഈ കോവിഡിൻ്റെ സമയം കൂടെ കഴിഞ്ഞപ്പോഴേക്കും സിനിമ കുറേ കൂടെ സ്ട്രഗിൾ ചെയ്യുന്നത് അതിനെ ഓഡിയൻസിനെ ഇങ്ങനെ ക്യാച്ച് ചെയ്യുന്ന വിധത്തിലാക്കാം എന്ന വിധത്തിലാണ്. കാരണം മുമ്പ് നമുക്ക് ഏക ഒരു വിനോദോപാധി എന്നുള്ളതിലും തിയേറ്ററിലെ എല്ലാ എഫക്ട്സും കിട്ടുന്നിടത്തേക്ക് പോയി അതിനേക്കാളും ഗംഭീര പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ സീരീസുകൾ വന്നപ്പോഴേക്കും സിനിമ കുറച്ചൊന്ന് ഇതെന്ത് ചെയ്യുന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോഴും, പക്ഷേ നേരെ തിരിച്ച് നമ്മൾ ആ ഫേസ് ലോക സിനിമയിൽ മൊത്തം പോയിക്കൊണ്ടിരിക്കുമ്പോഴും മലയാളത്തിൽ വരുന്ന സിനിമകൾ കണ്ടൻറ് വൈസ് നമുക്ക് വേറെ എവിടെയും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലേക്ക് ഗംഭീരമായിട്ട് പോയിട്ടുണ്ട്. ഈ വർഷം തന്നെ അവസാനിക്കാൻ പോകുമ്പോഴും കിഷ്കിന്ധാകാന്ഡം പോലുള്ള സിനിമകൾ, നമ്മൾ വളരെ കൊമേഴ്സ്യലായിട്ട് എടുത്തിരിക്കുന്ന ആവേശം പോലുള്ള സിനിമകൾ, ഭ്രമയുഗം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ വരുമ്പോഴേക്കും, അപ്പം എല്ലാ രീതിയിലുള്ള പരീക്ഷണങ്ങളൊക്കെ നടന്നൊരു
ഒരു നല്ല രീതിയിൽ തന്നെ പോകുന്നൊരു സാഹചര്യമാണ്. പക്ഷേ സിനിമയോടുള്ള സമീപനങ്ങളോ, അല്ലെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്നു, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞൊരു സിനിമ വന്നത്. അൺഫോർച്ചുനേറ്റ് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, കാരണം ഞാൻ 2 തവണ തിയേറ്ററിൽ പോയപ്പോഴും ആവശ്യത്തിന് ആൾക്കാരില്ലാത്തതുകൊണ്ട് ഷോ നടന്നിട്ടില്ല. പക്ഷെ അപ്പോഴും സിനിമ എന്നൊരു കൺസെപ്റ്റിനെ ആൾക്കാർ ഇപ്പോഴും കാണുന്നതിൽ ചില ഫാക്ടേഴ്സ് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ആ ഫാക്ടേഴ്സിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. കാരണം നല്ല സിനിമകൾ എന്ന് നല്ല അഭിപ്രായം കിട്ടിയാലും ഒരുപാട് ഇപ്പം മെയിൻ സ്ട്രീമിൽ റിവ്യൂ ചെയ്യുന്ന എല്ലാവരും വെരി ഗുഡ്, എക്സലൻ്റ് എന്നുള്ള റിവ്യൂ കൊടുത്തിട്ട് പോലും ആൾക്കാർക്ക് കയറാനുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിനെങ്ങനെയാണ് മാറ്റാൻ പറ്റുക എന്നുള്ളത് വലിയ പിടുത്തമില്ല. പക്ഷേ ആസ് എ ഹോൾ സിനിമയുടെ പ്രോസസ്സ് ഭയങ്കര ഗംഭീരമായിട്ടാണ് പോകുന്നത്. അതിലൊരു സംശയമില്ല. സിനിമ കാണാൻ തന്നെ, തിയേറ്ററിൽ തന്നെ കാണാനുള്ള ആഗ്രഹത്തോടു തന്നെ നിൽക്കുന്നതാണ്. ബാക്കി സുധീഷേട്ടൻ പറഞ്ഞു തുടങ്ങുന്നത്, ഞാൻ സിനിമ കാണുന്നത് അച്ഛൻ വഴിയാണ്, പാട്ടുകൾ ഉറച്ചു വെക്കുകയും കേൾക്കുകയും ചെയ്യുന്ന, റേഡിയോ വഴി പാട്ട് കേട്ടിരുന്ന ഒരു കാലം എന്നുള്ള ആ കാലത്തെക്കുറിച്ചിട്ടൊക്കെയാണ് സുധീഷൻ്റെ വർത്താനം. ആ കാലത്ത് വയലാറിൻ്റെ പാട്ടുകളെന്നെടുത്ത് പറയുകയും ചെയ്തു. എൻ്റെ ചോദ്യം ലിജീഷേട്ടനോടാണ്. പാട്ടുകളെക്കുറിച്ച് പറയുന്നു, സിനിമ പാട്ടുകളിലൂടെ മാത്രം പരിചയിച്ചൊരു തലമുറ ഇന്നാട്ടിലുണ്ടായിരുന്നു. 1960കളിലെ കാലഘട്ടത്തിൽ ഈ പാട്ടുകൾ എന്നുള്ളത് റേഡിയോയിലൂടെയും അതിനുശേഷം റേഡിയോയിലൂടെയും പിന്നെ കൊട്ടയ്ക്ക് മുകളിൽ വച്ചിരിക്കുന്ന വലിയ ലൗഡ് സ്പീക്കറിൻ്റെ ശബ്ദത്തിൽ ഒരു നാട് മുഴുവൻ കേട്ടുവരുന്ന പാട്ടുകളുമാണ് സിനിമയെക്കുറിച്ചിട്ട് പഴയ തലമുറയ്ക്കുള്ള ഓർമ്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. 2024 എത്തുമ്പോഴേക്കും ഈ പാട്ടുകൾ ഏത് നിലയിലാണ് മാറിയിട്ടുള്ളത് എന്നൊരു ചർച്ച ഉണ്ടാകുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. കാരണം തൊട്ട് മുന്നേ നമ്മൾ ഈ സംസാരിക്കുന്നതിന് 2 ആഴ്ച മുന്നേ ഒരു വലിയ പാട്ട് നിരൂപകൻ മലയാളത്തിലെ പാട്ടുകളെക്കുറിച്ച് ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അപ്പം പാട്ടിനെ എങ്ങനെയാണ് ഈ സിനിമയുടെ ആസ്വാദനമായിട്ട് പാട്ടിൻ്റെ ഒരു സ്വതന്ത്രമായ വളർച്ചയെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒന്ന്, ഒരു ബുദ്ധിജീവി പരിവേഷം സാഹിത്യവും സംസ്കാരവുമൊക്കെ വല്ലാതെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ മൊത്തത്തിൽ മലയാളിയുടെ ഒരു അപ്പർ ക്ലാസ് ജീവിത വ്യവസ്ഥയ്ക്കുണ്ട് എന്നെനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന്, പൊളിറ്റിക്കൽ കറക്റ്റ്നസിനെ കുറിച്ച് നമ്മൾ വല്ലാതെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, പൊളിറ്റിക്കലി കറക്റ്റാവേണ്ടതുണ്ട് ഒരു ആർട്ട് ഫോം എന്ന രൂപത്തിലുള്ള ഡിസ്കഷനുകൾ എല്ലായിടത്തും സജീവമാവുന്ന ഒരു ഘട്ടത്തിലൊക്കെയാണ് നാം ഇരിക്കുന്നത്. ഞാൻ പാട്ടിലേക്ക് വരാം. എനിക്ക് അതിനോട് വലിയ വിയോജിപ്പാണ്. ഒന്ന്, ഒരു സാഹിത്യ സൃഷ്ടി പൊളിറ്റിക്കലി കറക്റ്റ് ആവണം എന്ന് ഒരു എഴുത്തുകാരൻ തീരുമാനിച്ചാൽ അയാൾക്ക് ചുറ്റുമൊരു ബൗണ്ടറി ഫിക്സ് ചെയ്താൽ അയാളുടെ ക്രിയേറ്റിവിറ്റി അങ്ങേയറ്റം ദരിദ്രമായിരിക്കുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ മണിയൻ പിള്ള എന്നൊരു കള്ളനെക്കുറിച്ച് എഴുതപ്പെട്ട ചെറുകഥയാണ്. കള്ളൻ്റെ കഥ പറയുമ്പോൾ കള്ളനെ ഗംഭീരനായ ഒരു കള്ളനായി ചിത്രീകരിക്കലാണ് ഒരു കഥാകൃത്തിൻ്റെ ദൗത്യം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അയാൾ ചെയ്യുന്ന കള്ളത്തരങ്ങളെ നിങ്ങളെങ്ങനെ നോക്കിക്കാണും എന്ന് പറയുന്ന നിങ്ങളുടേതായ ഒരു വശം അതിനകത്ത് കയറിയിരിക്കുമ്പോൾ, നിങ്ങളെന്ന് പറയുന്ന എഴുത്തുകാരൻ എന്ന് പറയുന്ന ഒരാൾ അതിനകത്ത് പ്രവർത്തിക്കുമ്പോൾ ആ കൃതി ഒരു ഓർഗാനിക് സൃഷ്ടിയിൽ നിന്ന് കുറേ കൂടെ വഴിമാറി നടക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എഴുത്തുകാരനില്ല, പകരം ഒരു കള്ളൻ അയാളുടെ ആത്മകഥ, അയാളുടെ വിരുത്, അയാൾ ചെയ്ത കള്ളത്തരങ്ങളുടെ ഗാംഭീര്യത ഒക്കെ പറയാൻ ഓർഗാനിക്കായി അയാൾ അഴിച്ചു വിടുമ്പോൾ മാത്രമാണ് ഒരു കലാസൃഷ്ടി ഒരു ഉത്തമ കലാസൃഷ്ടിയായി തീരുക എന്നത് തീർത്തും വ്യക്തിപരമായ എൻ്റെ തോന്നലാണ്. അതുകൊണ്ട് കള്ളനും പിടിച്ചുപറിക്കാരനും കൊള്ളക്കാരനും താരതമ്യേന ന്യൂനപക്ഷമെന്ന് നാം വിചാരിക്കുന്ന എല്ലാ കുഴപ്പക്കാർക്കും ജീവിതം പറയാനുള്ളൊരു പരിസരം മലയാളത്തിലെ നോവലുകളിലും കഥകളിലും സിനിമകളിലുമെല്ലാം വേണം എന്നാണ് എൻ്റെ തോന്നൽ. അതുകൊണ്ട് സിനിമ പറയുമ്പോൾ പോലും പൊളിറ്റിക്കലി കറക്റ്റായി ഒരു സിനിമ പറയേണ്ടതുണ്ടോ എന്ന ചോദ്യം എന്നോട് ചോദിച്ചാൽ സിനിമയ്ക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്തമില്ല. സിനിമയിൽ അഭിനയിക്കുന്ന ഒരാൾ അയാളുടെ ക്യാരക്ടറിനെ അതിൻ്റെ എക്സ്ട്രീമിൽ അവതരിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഷാർജയിൽ നടന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വെച്ച്
കസബയുമായി ബന്ധപ്പെട്ട് പാർവതി തിരുവോത്ത് ഉയർത്തിയ വിവാദത്തെക്കുറിച്ച്, ഇപ്പോൾ ശാസ്തമംഗലത്തിൻ്റെ വിവാദത്തെക്കുറിച്ച് പറയുന്നത് പോലെ എന്നോടൊരാൾ ചോദിക്കുകയുണ്ടായി. അത് മമ്മൂട്ടിയെക്കുറിച്ച് ഏറ്റവും റീസെൻ്റായി എഴുതിയ പുസ്തകവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. മമ്മൂട്ടി കണ്ട് പെരുകുന്ന കടൽ എന്ന പുസ്തകം പുറത്തിറങ്ങിയതിൻ്റെ പിന്നാലെ വന്ന ഒരു ചോദ്യം, മലയാളത്തിൻ്റെ മഹാനടന്മാർക്ക് സിനിമ മാറിയൊരു മാറ്റം കാണാൻ കഴിയേണ്ടേ? താരങ്ങൾ സിനിമ രാഷ്ട്രീയമായി നവീകരിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ സ്വയം നവീകരിക്കാൻ, അങ്ങനെ നവീകരിച്ച് ഒരു ക്യാരക്ടർ തിരഞ്ഞെടുക്കാനുള്ള പക്വത കാണിക്കേണ്ടേ? മമ്മൂട്ടിയെപ്പോലെ ഒരാൾ കസബ പോലെ ഒരു സിനിമ ചെയ്യാൻ പാടുണ്ടോ എന്നൊരു ചോദ്യം എന്നോട് ചോദിക്കുകയുണ്ടായി. ഞാനതിന് പറഞ്ഞ ഉത്തരം, കസബയിലെ പോലീസ് ഓഫീസർ അങ്ങേയറ്റം വഷളനായ ഒരു പോലീസ് ഓഫീസറാണ്. വഷളനായ ഒരു പോലീസ് ഓഫീസറെ വഷളന്മാരിലെ എക്സ്ട്രീമായി അവതരിപ്പിക്കുക എന്നതാണ് ഒരഭിനേതാവിൻ്റെ ദൗത്യം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇയാൾ വഷളനാണ് എന്നൊറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് തോന്നിയാൽ, ഇയാളൊരു സ്ത്രീലമ്പടനാണ് എന്നൊറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് തോന്നിയാൽ, ഒരഭിനേതാവ് എന്ന രൂപത്തിൽ അയാൾ വിജയിക്കുകയും അയാളുടെ ക്യാരക്ടറിനോട് അങ്ങേയറ്റം ആത്മാർത്ഥത പുലർത്തുകയാണ് ചെയ്യുന്നത്. നിതിൻ രഞ്ജി പണിക്കർ ചെയ്യുന്ന ഒരു സിനിമയിൽ നിതിൻ രഞ്ജി പണിക്കർ എടുക്കുന്ന പണി മമ്മൂട്ടി എടുക്കേണ്ടതില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഒരു സാക്ഷരതയിൽ ഒരു കലാസൃഷ്ടിയെ കാണാൻ കഴിയാതെ ഇവിടുത്തെ ഒരു മുഖ്യധാരയുടെ രാഷ്ട്രീയത്തെ മുഴുവനും ചുമലിലേറ്റാനുള്ള ബാധ്യത നോവലിനും സിനിമയ്ക്കും സകലമാന ഫോമിനുമുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ നാം പഴയ സോവിയറ്റ് യൂണിയനെക്കുറിച്ചൊക്കെ പറഞ്ഞ പോലെ ഏകദിശാപ്രവർത്തനത്തിലേക്ക് മാത്രം നമ്മളുടെ ചിന്തകളെയും നമ്മളുടെ കാഴ്ചകളെയും വഴിമാറ്റി ദരിദ്രമാവുന്ന ഒരു ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുന്ന ആളുകളായി തീരുകയാണ് ചെയ്യുക. ഇതേ സമയത്ത് തന്നെ പാർവതി ഈ വിവാദം കസബയ്ക്കെതിരെ ഉന്നയിക്കുന്ന അതേ സമയത്ത് പാർവതി ചെയ്ത ഒരു സിനിമ, ഒരുപക്ഷെ സുധീഷ് ഏട്ടനൊക്കെ അറിയുമായിരിക്കും, മൈ സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ നമ്മളൊക്കെ ശ്രദ്ധിച്ച് കണ്ടൊരു സിനിമയാണ്. പൃഥ്വിരാജും പാർവതിയുമായിരുന്നു ആ സിനിമയിൽ അഭിനയിച്ചത്. അതിൽ പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിൻ്റെ കൂടെ കാണുന്ന ഒരു പെൺകുട്ടിയെ നോക്കി പാർവതി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് മൈ സ്റ്റോറിക്കകത്ത്. ഇവളെ എത്ര യൂറോയ്ക്ക് റോഡ് സൈഡിൽ നിന്ന് പൊക്കിയതാണ് എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഒരാണിനൊപ്പം ഒരു പെണ്ണിനെ കാണുന്ന സമയത്ത് ഈ പെണ്ണിനെ നിങ്ങൾ എത്ര യൂറോയ്ക്ക് റോഡ് സൈഡിൽ നിന്ന് വാങ്ങിയതാണ് എന്ന് ചോദിക്കുന്ന ചോദ്യത്തേക്കാൾ പൊളിറ്റിക്കൽ വിരുദ്ധമായ ഒരു ചോദ്യം വ്യക്തിപരമായി ഒരാൾക്ക് ഉന്നയിക്കാനില്ല. പക്ഷേ പാർവതിയുടെ കഥാപാത്രത്തിന് ആ ചോദ്യം ചോദിക്കാം. പൃഥ്വിരാജിൻ്റെ കാമുകിക്ക് തൻ്റെ കാമുകനൊപ്പം കാണുന്ന ഒരു പെൺകുട്ടിയെ അയാൾ റോഡ് സൈഡിൽ നിന്ന് പൊക്കിയതാണോ എന്ന് അസൂയയോടുകൂടെ ചോദിക്കാം. അപ്പോഴാണ് അവർ കഥാപാത്രമായി തീരുകയും അവർ പാർവതി തിരുവോത്തല്ലാതാവുകയും ചെയ്യുന്നത്. മമ്മൂട്ടി കസബയിൽ മമ്മൂട്ടി എന്ന് പറയുന്ന നവീകരിക്കപ്പെട്ട ഒരു പുരുഷൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ബാധ്യത മമ്മൂട്ടിക്കുണ്ടെങ്കിൽ തീർച്ചയായും മൈ സ്റ്റോറിയിൽ പാർവതിക്ക് കുറേ കൂടെ നവീകരിക്കപ്പെട്ട ഒരു പാർവതിയാവാനുള്ള ഉത്തരവാദിത്വവുമുണ്ട്. ഇങ്ങനെ താൻ പ്രതിനിധാനം ചെയ്യുമ്പോൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നമ്മൾ മറക്കുകയും മറ്റൊരാളുടെ പ്രാതിനിധ്യത്തെ പൊളിറ്റിക്കലി ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം മലയാളിയുടെ കാഴ്ചയ്ക്കുണ്ട്. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൂടിയാണ് നാം ചില വിലയിരുത്തലുകൾ നടത്തുന്നത്. ഒരുപക്ഷെ ശാസ്തമംഗലം മ്യൂസിക്കിനെ കുറിച്ച് ഉന്നയിച്ച സംഗീതത്തെക്കുറിച്ച് ഉന്നയിച്ച പരാതിയും അതാവാനേ തരമുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങേയറ്റം ഡൈവേഴ്സിറ്റിയുടെ ആനന്ദത്തിൽ അഭിരമിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. വൈവിധ്യങ്ങളാണ് എക്കാലത്തും വ്യക്തിപരമായി എന്നെ ആനന്ദിപ്പിച്ചൊരു ഘടകമെന്ന് പറയുന്നത്. ഒരു 1-2 വർഷം മുമ്പേ ഉണ്ണിയാർ, നമ്മളുടെ കഥാകൃത്ത് ഉണ്ണിയാർ ട്രിവാൻഡ്രത്ത് നിന്ന് കൊച്ചിക്കുള്ള ഒരു കാറിൽ എൻ്റെ കാറിലൊപ്പം കയറുകയുണ്ടായി. കാറിൽ കയറുന്ന സമയത്ത് ആദ്യം കാറിനകത്തൊരു പാട്ട് കേൾക്കുന്നു, ആ പാട്ട് മാറ്റി അടുത്ത പാട്ട് വയ്ക്കുന്നു, അത് മാറ്റി അടുത്ത പാട്ട് വയ്ക്കുന്നു. ആദ്യത്തെ ഒരു 5-6 പാട്ടുകൾ മാറ്റിക്കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ണിയാറിനോട് ചോദിക്കുന്നത്, ഈ കാറിനകത്ത് ഇത്തരം പാട്ടുകളല്ലാത്ത പാട്ടുകളൊന്നും ഇല്ലേ എന്നോട് ചോദിക്കുന്നത്. അതിനകത്ത് കേൾക്കുന്ന പാട്ടുകൾ മുഴുവനും വിജയ് സിനിമകളിലെ പാട്ടുകൾ കേൾക്കുന്നു. അതിനുശേഷം അത് മാറ്റുമ്പോഴാവട്ടെ ഇപ്പോൾ ഡാഡി മമ്മി വീട്ടിലില്ല പോലത്തെ പാട്ടുകൾ കേൾക്കുന്നു. ഒരുപക്ഷെ താളത്തെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് കേൾക്കുന്ന മ്യൂസിക്കിൽ മാത്രം, അതിൻ്റെ ശബ്ദം മാത്രം ഒരുപക്ഷെ പാട്ടിലെ വരികൾ പോലും അല്ലാതെ ആസ്വദിക്കുന്ന ഒരാൾക്ക് കൂടി വേണ്ടിയാണ് ഇവിടെ പാട്ടുണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ വയലാറിനെയോ ദേവരാജൻ മാഷയോ പഴയ യേശുദാസിൻ്റെ പാട്ടുകളെയോ
കേൾക്കുന്ന ഒരു സംഗീതാരാധകനല്ല വ്യക്തിപരമായി ഞാൻ യേശുദാസിൻ്റെയും കെ എസ് ചിത്രയുടെയും പാട്ടുകൾ കേൾക്കുന്നത് വളരെ കുറവാണ്. അത് ഒരു പൊതുവേദിയിലിരുന്ന് പറയുമ്പോഴേക്കും നാം കുറേ കൂടെ ബുദ്ധി കുറഞ്ഞ മനുഷ്യരാകുമെന്ന പേടി കൊണ്ടാണ്. അതാണ് ഞാൻ ആരംഭിക്കുമ്പോൾ പറഞ്ഞത്, ഒരു ബുദ്ധിജീവിക്ക് മലയാളി കൽപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പരിവേഷമുണ്ട്. അയാൾ ഇന്ന പുസ്തകങ്ങൾ വായിക്കണം, അയാൾ ഇന്നതരം സിനിമകൾ കേൾക്കണം, അയാൾ ഇന്ന കലാമൂല്യത്തെ പ്രതിനിധാനം ചെയ്യണം എന്നൊക്കെയുള്ള കുറേ കുപ്പായങ്ങൾ അയാൾക്കിടാൻ വേണ്ടി മാത്രം ഒരു പൊതുവേദിയിൽ കയറി സംസാരിക്കുന്ന ഒരാൾക്ക് ഇടാൻ വേണ്ടി മാത്രം നാം തുന്നി വെച്ചിരിക്കുന്ന കുറേ കുപ്പായങ്ങളുണ്ട്. ആ കുപ്പായങ്ങളൊന്നും എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഇടാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നേരത്തെ പി കെ രാജശേഖരൻ തിയേറ്ററിലേക്ക് പോകുന്നത് എങ്ങനെ എന്ന് സുധീഷ് ഏട്ടനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നാം ഒരാളായിട്ടാണോ തിയേറ്ററിലേക്ക് പോകുന്നത്, നാം നമ്മെ തന്നെയാണോ പ്രതിനിധാനം ചെയ്യുന്നത് എന്ന ചോദ്യം എന്നോടായിരുന്നു എങ്കിൽ ഞാനതിന് പറയുന്ന മറുപടി, ഞാനായി മാത്രം തിയേറ്ററിൽ പോയിരിക്കുന്ന, ഞാൻ തിയേറ്ററിൽ നിന്ന് എൻ്റെ സകലമാന ആനന്ദങ്ങളും കണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രേക്ഷകനാണ്. തിയേറ്ററിൽ എനിക്ക് ആനന്ദം വരുമ്പോൾ കൈയടിക്കാനും എനിക്ക് ആനന്ദം വരുമ്പോൾ കൂക്കി വിളിക്കാനും ഇപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു ശരാശരി സിനിമാ പ്രേക്ഷകനായി സിനിമാ തിയേറ്ററിൽ തുടരാൻ കഴിയുന്ന കാലത്തോളം മാത്രമേ എൻ്റെ ചുറ്റുമുള്ള തിയേറ്റർ അതിൻ്റെ ഭംഗിയോടുകൂടെ നിലനിൽക്കൂ എന്ന വിചാരം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആവേശത്തിലെ പാട്ട് കേൾക്കുമ്പോഴും പ്രേമലുവിലെ പാട്ട് കേൾക്കുമ്പോഴും എനിക്ക് തോന്നുന്ന സന്തോഷം ദേവരാജൻ മാഷ കേൾക്കുമ്പോഴോ വയലാറിനെ കേൾക്കുമ്പോഴോ എനിക്കില്ല എന്നതാണ് സത്യം. ഞാൻ മാറിപ്പോയിരിക്കുന്നു എന്നതാണ് സത്യം. ചർച്ച വരുന്നത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൽ ഊന്നിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ബുദ്ധിജീവി സോക്കോൾട്ട് വീക്ഷണത്തെ സംബന്ധിച്ചാണ്. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാക്യം ഉന്നയിച്ചിട്ടുള്ളത് കാൾ മാർക്സ് ആണ്. മാർക്സ് അത് പറയുന്നത് മൂർത്ത യാഥാർത്ഥ്യം എപ്പോഴും പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം എന്നില്ല എന്നുള്ളതാണ്. ജീവിത യാഥാർത്ഥ്യം പൊളിറ്റിക്കലി കറക്റ്റായി നിലനിൽക്കണം എന്നില്ല എന്നാണ്. പിന്നീട് 2020കളുടെ സമയത്ത് തന്നെ ഇപ്പോൾ തന്നെ ജീവിച്ചിരിക്കുന്ന ചിന്തകനായ സിസേക്ക് പറയുന്നത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് യഥാർത്ഥത്തിൽ ഇതിനകത്തെ പൊളിറ്റിക്സിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല, അതിനെ കറക്റ്റ് ചെയ്യുന്നില്ല എന്ന നിലയിലൊരു വിചാരമാണ് സിസേക്ക് അവതരിപ്പിക്കുന്നത്. ഈ നിലയിൽ രാഷ്ട്രീയ ശരിയെ സംബന്ധിക്കുന്ന വലിയ ആലോചനകൾ മലയാളത്തിൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. കലയിലെ രാഷ്ട്രീയ ശരി എന്ന പേരിൽ മലയാളത്തിലൊരു അധ്യാപകൻ ലേഖനം വരെ ഈ നിലയ്ക്ക് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനൊപ്പം നിന്നുകൊണ്ടാണോ കലയെ വിലയിരുത്തേണ്ടത്, അതോ കലയെ അതിൻ്റെ രൂപമായി കണ്ട് രൂപത്തെ പരിഗണിക്കുകയാണോ ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഒരു ഫിലിം റിവ്യൂവർ എന്ന ഐഡൻറ്റിറ്റി മുന്നിൽ നിൽക്കുമ്പോൾ ആ ഐഡൻറ്റിറ്റി ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ സുധീഷ് ഏട്ടൻ കലയിലെ രാഷ്ട്രീയ ശരിയെ ഏത് നിലയിലാണ് ഫിലിം റിവ്യൂയിങ് എന്ന സങ്കേതത്തിനകത്ത് നോക്കുന്നത്? ഇന്ന് തന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വേണമെന്ന നിർബന്ധത്തിൽ ഞാനിതുവരെ അങ്ങനെ കരുതിയിട്ടില്ല. അങ്ങനെ ഒരിക്കലും നമുക്ക് പറ്റില്ല, അതൊരിക്കലും അങ്ങനെ സംഭവിക്കുന്നില്ല. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇത്രത്തോളം ചർച്ച ചെയ്യുന്നൊരു സാഹചര്യം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മമ്മൂട്ടി ജോസഫ് അലക്സ് IAS ആയി വന്നുകൊണ്ട് പറയുന്നു, മേലൊരാൻ്റെ നേരെയും ഉയരില്ല നിൻ്റെ ഈ കൈ. മമ്മൂട്ടി താരാദാസായി വന്നുകൊണ്ട് പറയുന്നു, താരാദാസിനെ തോൽപ്പിക്കാനുള്ള പടയോട്ടത്തിൽ നീ ഒന്ന് പറന്നു, നീ ഒരു വെറും പെണ്ണാണ്. നമ്മളത് ശരിക്കും കുറച്ചൊന്ന് ബുദ്ധി കൂടിയവരാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഉന്നത നിലവാരത്തിലെത്തുന്നവരാണ് ആ കഥാപാത്രമാണെന്ന് മനസ്സിലാക്കുന്നതും. പക്ഷെ അത്രയൊന്നും സിനിമയെ സീരിയസ് ആയിട്ട് കാണേണ്ടതില്ല, ഒരു എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിലേക്ക് മാത്രം കാണുമ്പോൾ ഇത്തരം സംഭവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ബോധത്തിൽ ഇങ്ങനെ വരികയും, ഒരു സ്റ്റാർ അങ്ങനെ ചെയ്യുമ്പോൾ സ്ത്രീ താഴെയാണെന്നുള്ള ഒരു നമ്മുടെ ചുറ്റിൽ നിൽക്കുന്ന ഒരു എന്തോ ഒരു ബോധമുണ്ടല്ലോ, ആ ബോധത്തിൽ ഊന്നിപ്പോകുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ വരുന്നിടത്ത് അതൊരു പ്രശ്നമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ 2000-ന് ശേഷമുള്ള നമ്മുടെ ആഷിക ബോ അടക്കമുള്ള എഴുത്തുകാരൊക്കെ വന്ന ശേഷം അത്തരം കാര്യങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ടെങ്കിൽ ഈ പഴയ സിനിമകളിൽ ഈ ഒരു ഇത്തരം സംഭാഷണങ്ങൾ വരുന്നത് വളരെയധികം സ്വാധീനിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായിരിക്കാം ഒരു പക്ഷേ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. അപ്പോഴുള്ള പ്രശ്നം ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നുള്ളതാണ്. എൻ്റെ ബോധം കൊണ്ട് മാത്രമേ ഞാൻ കാണുന്ന കാഴ്ചകളിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തമാശ എന്ന് പറയുന്ന സിനിമ വളരെ പ്രോഗ്രസീവായിട്ട് കാഴ്ചപ്പാടുകളെ പറ്റി പറയുകയും പൊളിറ്റിക്കലി കറക്റ്റ് ആണെന്ന രീതിയിൽ തന്നെ ആൾക്കാർ പറഞ്ഞതായിട്ടുള്ളൊരു സിനിമയാണ്. ആ സിനിമയും മൊത്തത്തിലല്ല ഞാൻ പറയുന്നത്, ആ സിനിമയിലൊരു സംഭാഷണത്തിന് എനിക്കൊന്ന് അതാണെന്ന് എൻ്റെ ഓർമ്മ, കൃത്യമായിട്ട് ഞാൻ വീണ്ടും റെഫർ ചെയ്തെടുക്കുന്നില്ലെങ്കിൽ ആ സംഭവം ഇതാണ്. ചിന്നു ചാന്ദിനിയുടെ കഥാപാത്രം ഈ
ഒരു ആൾ പെണ്ണ് കാണാൻ വന്നതിനെക്കുറിച്ച് പറയുകയും അതിനുശേഷം ഇവരുടെ തടി കുറച്ച് കൂടുതലായതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പം നീ എന്ത് ചെയ്തു? ഞാൻ പുള്ളിയോട് പോകാൻ പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഒരു ഫലൂദ കഴിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഫലൂദ ഒരു ജങ്ക് ഫുഡാണ്. അപ്പോൾ എൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നസിൻ്റെ ബോധത്തിൽ ഒരു ജങ്ക് ഫുഡാണ് എന്നുള്ള സാധനം വരും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓരോ ആൾക്കാരുടെയും ഇപ്പോൾ ഒരു രാഷ്ട്രീയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടുകളെക്കുറിച്ചോ അല്ലെങ്കിൽ സഹജീവികളോടുള്ള സ്നേഹം തന്നെ എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ മാറ്റം വരും. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ MSc പഠിക്കുന്ന സമയത്ത് ഹൈദരാബാദിൽ പോകുമ്പോൾ അവർ ട്രെയിനിൽ ട്രാൻസ്ജെൻഡേഴ്സ് വരും. വന്നിട്ട് അവർ തട്ടിയിട്ട് പൈസ മേടിക്കും. അപ്പോൾ ഇത് പേടിയായിരുന്നു. എന്ന് വെച്ചാൽ ഇവർ നമ്മളെ തല്ലുവോ, എന്നെ ഓടിച്ചിട്ട് എൻ്റെ പിറകെ വന്ന് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് ആ കാഴ്ചപ്പാട് മാറിയത് ഞാൻ സിനിമ കണ്ടിട്ടാണ്. അപ്പം ഇപ്പം മലയാളത്തിലൊക്കെ കുറേ ലേറ്റ് ആയിട്ടാണ്, 2010 ശേഷമാണെങ്കിൽ പോലും മറ്റ് ഭാഷാ സിനിമകളിലൊക്കെ അവർ നമ്മളെപ്പോലൊരാളായി റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് വന്നത്. അതിനുശേഷമാണ് എനിക്കും ആണെന്നുള്ളൊരു ബോധം എന്നെ സിനിമ എനിക്ക് ജീവിതത്തിലുണ്ടാക്കിയ ഏറ്റവും വലിയ മാറ്റം പറഞ്ഞത് എനിക്കതാണ്. ഇപ്പം അങ്ങനെയുള്ള ആ വിഭാഗത്തിലൂടെ ഒരുപാട് ആൾക്കാർ ഫ്രണ്ട്സ് ആയിട്ടുണ്ട്, സംസാരിക്കുന്നവരുണ്ട്. പക്ഷേ അന്നത്തെ എൻ്റെ അനുഭവം, എൻ്റെ ജീവിതത്തിലെ അനുഭവം അതാണ്. തമിഴ് സിനിമകൾ പണ്ട് ഞാൻ പറഞ്ഞു സി ക്ലാസ് തിയേറ്റർ സിനിമ കണ്ട് എനിക്ക് തമിഴ്നാട്ടിൽ പോകാൻ പേടിയായിരുന്നു. ഞാൻ കണ്ടതെല്ലാം ഈ വെട്ടും കുത്തുള്ള പടമാണ്. അവിടുത്തെ ആൾക്കാരൊക്കെ ഈ തമിഴ്നാട് എന്ന് പറഞ്ഞൊരു സ്ഥലം ഫുള്ള് വെട്ടും കൊലയുള്ള സ്ഥലങ്ങളാണെന്നാണ് വിചാരിക്കുന്നത്. അതിനുശേഷം കാക്കമുട്ടയും ഇതൊക്കെ കണ്ടപ്പോഴാണ് അയ്യോ തമിഴ്നാട് എന്ത് സുന്ദരമായ സ്ഥലമാണെന്ന് അവിടുത്തെ ജീവിതങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസിൻ്റെ ഡെഫിനിഷൻ നമുക്ക് ചിലപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന സാധനം ആയിരിക്കില്ല നാളെ നമ്മൾ പറയുന്നുണ്ടാവുക. വീണ്ടും അത് മാറിയേക്കാം. ഓരോ സാഹചര്യങ്ങൾ നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോഴും എനിക്ക് വേറൊരു സങ്കടമുള്ളത്, നമ്മൾ പഴയ മലയാള സിനിമകളിലെ ഇപ്പം ഞങ്ങൾ സന്തുഷ്ടരാണല്ലേ അല്ലേ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടെ. നമ്മൾ അന്നത്തെ അഭിരാമിയുടെ കഥാപാത്രത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോഴും അതിനേക്കാളും മുമ്പ് വന്ന ഗംഭീരമായ പ്രോഗ്രസീവ് ചിന്തകളുടെ സിനിമകളെ നമ്മൾ ഇന്ന് കൊണ്ട് നടക്കത്തില്ല. ഞാൻ കണ്ടിട്ടില്ല അത്രത്തോളം KG ജോർജിൻ്റെ സിനിമകളോ ആദാമിൻ്റെ വാരിയൽ ചർച്ച ചെയ്യുന്നതോ മറ്റൊരാൾ ചർച്ച ചെയ്യുന്നതോ ഒരു വേദികളിലും കണ്ടിട്ടില്ല. പക്ഷേ ഞങ്ങൾ സന്തുഷ്ടമാണ് അടക്കമുള്ള വർഷങ്ങൾക്ക് മുമ്പേ ഇറങ്ങിയ ഈവൻ ജാതകം എന്ന് പറഞ്ഞ സിനിമ പോലും ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അതും സുരേഷ് ഉണ്ണിത്തൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു, ലോഹിദാസ് എഴുതിയ ആ സിനിമ പോലും എവിടെയും ചർച്ച ചെയ്യുന്നത് കണ്ടിട്ടില്ല. അതിനേക്കാളേറെ ചിലപ്പം പൈതൃകം ചർച്ച ചെയ്യുന്നുണ്ടാവും. ഡൽഹിയിലെ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് രാജിവെച്ച് നിരീശ്വരവാദത്തിൻ്റെ പിറകെ കടന്ന് അവസാനം അന്ധവിശ്വാസിയായിട്ട് മാറിപ്പോകുന്ന പോലെ. അപ്പം നമ്മുടെ കാഴ്ചപ്പാടാണ് ശരിക്കും ഇതിനെ നിർണ്ണയിക്കുന്നതാണ്. അപ്പോഴും ഒരു കഥാപാത്രം അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് തന്നെയാണ്. നമ്മൾ ആ കഥാപാത്രത്തെ ഒരു താരമായി സെലിബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ ഒരു ഇഷ്യൂ വരുന്നത്. ഒരു പക്ഷേ എല്ലാവരും ഒരേ രീതിയിലായിരിക്കില്ല. ഈ ഒരു താരാരാധന എന്ന് പറയുന്നത് ഉണ്ട്. ഇപ്പം ഫാൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്നെ വേണമെങ്കിൽ ഞാൻ ഫഹദിൻ്റെ ഫാനാണ്. എനിക്ക് ഫഹദിൻ്റെ സ്ക്രീനിൽ വന്ന് നിറഞ്ഞിങ്ങനെ ആടുമ്പോൾ രംഗണ്ണൊക്കെ വരുമ്പോൾ ഞാൻ 3 തവണ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. അപ്പം അതിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല, അത് നമ്മുടെ ഒരു ലഹരിയാണ്. എന്ന് വെച്ചാൽ നമ്മളത് ഈ കാണുമ്പോൾ ഈ ഉള്ള പ്രശ്നമാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമ്മൾ സിനിമ കാണുമ്പോൾ കുറച്ചുകൂടി നിലവാരം വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാവുന്നതാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കലയെ മാത്രം കാണുമായിരിക്കും. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നസിൻ്റെ വലിയൊരു ചർച്ചകളിലേക്ക് ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഇത്തരം ചെറിയ സാധനങ്ങൾ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത്. ചർച്ച വന്ന് നിൽക്കുന്നത് താരം എന്നൊരു സങ്കല്പനത്തിലാണ്. ഈ താരത്തെ പല നിലയിൽ പല ആളുകൾ പല സമയത്ത് പലതായി പറഞ്ഞിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ സൂപ്പർ സ്റ്റാറുകളെ കുറിച്ച് പഠിക്കുന്നൊരു സന്ദർഭത്തിലൊരു പഠിതാവ് പറയുന്നത് ഈ താരം നിഷ്കളങ്കമായി ഉണ്ടാകുന്ന ഒന്നല്ല, ദർശനം എന്നുള്ളൊരു സങ്കല്പനത്തിലൂന്നിയിട്ടാണ് ഈ താരത്തെക്കുറിച്ചിട്ടുള്ള ആലോചനകൾ വരുന്നത്. നമ്മളൊരു അമ്പലത്തിനകത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു ആരാധനാലയത്തിനകത്തേക്ക് പോകുന്നു, ദൈവത്തിൻ്റെ വിഗ്രഹം നമ്മൾ കാണുന്നു, അത് നമ്മുടെ ഒരു ദർശനം. ആ ദൈവം നമ്മളെ തിരിച്ച് കാണുന്നു, ആ വിഗ്രഹം നമ്മളെ തിരിച്ച് കാണുന്നു, അവിടുന്ന് കിട്ടുന്നൊരു ദർശനം. ഈ 2 ദർശനങ്ങളും കൂടി കൂടിച്ചേർന്നിട്ടാണ് ഈ താരത്തിൻ്റെ ഒരു രൂപീകരണം നടക്കുന്നത് എന്നുള്ളൊരു സങ്കല്പനമുണ്ട്. സൂക്ഷിച്ച് നോക്കുമ്പോൾ ലിജി ചേട്ടൻ്റെ അവസാനം ഇറങ്ങിയ പുസ്തകങ്ങളിലൊക്കെ ഈ സിനിമയെ സംബന്ധിക്കുന്ന, മനുഷ്യരെ സംബന്ധിക്കുന്ന ആലോചന വരുമ്പോൾ ഈ താരത്തെ നമുക്ക് കാണാൻ പറ്റും. മോഹൻലാലിനെ കുറിച്ചിട്ടുള്ള എഴുത്തുകൾ, ഏറ്റവും ഒടുവിലായി മമ്മൂട്ടിയെ സംബന്ധിക്കുന്ന പുസ്തകം കണ്ട് പെരുകുന്ന കടൽ. എങ്ങനെയാണ് താരം എന്ന ഒരു സങ്കല്പനത്തെ വ്യക്തിപരമായി ലിജി ചേട്ടൻ കാണുന്നത്? അക്ബർ കക്കട്ടിലിൻ്റെ ഒരു പഴയ കഥയുണ്ട്. ഉമ്മു കുൽസു എന്നാണ് ആ കഥയുടെ പേര്. അക്ബർ കക്കട്ടിലിന് ഉമ്മു കുൽസു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു ദിവസം ഒരു കത്ത് അയക്കുന്നു. ആ കഥക്കകത്തുള്ള കഥാപാത്രങ്ങൾ
അക്ബർ കക്കട്ടിൽ എന്ന കഥാകൃത്തും ഉമ്മു കുൽസു എന്ന് പറയുന്ന ഒരു വായനക്കാരിയുമാണ് അതിനകത്ത് വരുന്ന 2 കഥാപാത്രങ്ങൾ. ഉമ്മു കുൽസു എഴുതുന്നു, മാഷേ, ഞാൻ മാഷിൻ്റെ കഥകളൊക്കെ വായിച്ചു. ഓരോ കഥകളിലും ഉമ്മു കുൽസുവിന് പ്രിയപ്പെട്ടത് ഓരോന്നോരോന്നായി എടുത്തു പറഞ്ഞ് ഒടുവിൽ ഉമ്മു കുൽസു പറയും, എനിക്ക് മാഷെ ഒന്ന് കാണണം, ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ, എനിക്ക് മാഷിനെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ മാഷിൻ്റെ ഒരു വലിയ ആരാധികയാണ് എന്ന് പറയും. അതിന് അക്ബർ കക്കട്ടിൽ പറയുന്ന മറുപടിയിലാണ് ആ കഥ അവസാനിക്കുന്നത്. ഉമ്മു കുൽസു കഥകളിൽ വായിച്ച, ഉമ്മു കുൽസു കഥ വായിച്ച് ഉള്ളിലുണ്ടാക്കിയ അക്ബർ മാഷെ ഉമ്മു കുൽസു കണ്ടു കഴിഞ്ഞു. അയാളെ ഉമ്മു കുൽസു തൊട്ട് കഴിഞ്ഞു. അയാളെ ഉമ്മു കുൽസു മനസ്സിലാക്കി കഴിഞ്ഞു. ഉമ്മു കുൽസു ഇപ്പോൾ കാണണം എന്ന് പറയുന്ന അക്ബർ മാഷിന് അത്ര ഭംഗിയൊന്നുമില്ല. ഉമ്മു കുൽസു കഥകളിൽ വായിച്ച അക്ബർ മാഷേ അല്ല ഉമ്മു കുൽസു ഇപ്പോൾ കാണണം എന്നാവശ്യപ്പെടുന്ന അക്ബർ മാഷ്. അയാളെ ഉമ്മു കുൽസു കാണണ്ട എന്ന് പറഞ്ഞാണ് ആ കഥ അവസാനിപ്പിക്കുന്നത്. താരം ഇതാണ് എന്നാണ് എൻ്റെ തോന്നൽ. താരമെന്ന് പറയുന്നത് അത് സിനിമയിലായാലും അത് സംഗീതത്തിലായാലും അത് സാഹിത്യത്തിലായാലും അത് ചിത്രകലയിലായാലും ഒക്കെ ആരാധന പല രൂപത്തിൽ നമുക്ക് മനുഷ്യരോടുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് അവരുണ്ടാക്കിയ കലാസൃഷ്ടിയോടുള്ള ആരാധനയാണോ അവരോടുള്ള ആരാധന പിന്തുടരാൻ തീരുമാനിക്കുമ്പോൾ അയാളുടെ നിങ്ങളുടെ താരസങ്കല്പം എന്ന് പറയുന്ന അയാളുടെ മനുഷ്യനെയാണ് തേടുന്നതെങ്കിൽ ആ മനുഷ്യനിലുള്ള എല്ലാ അപകടങ്ങളെയും, ആ മനുഷ്യനുള്ള അപകടങ്ങളെ പലപ്പോഴും നമുക്ക് നമ്മളുടെ തിയേറ്ററുകളിലോ അയാളുടെ കലാസൃഷ്ടിയിലോ ഒന്നും കാണാൻ കഴിയില്ല. വാൻഗോഗിനെ തേടി അദ്ദേഹം ചിത്രം വരയ്ക്കുന്ന സ്റ്റുഡിയോവിൽ ചെല്ലുന്ന ഒരാൾക്ക് വാൻഗോഗിനെയാണ് കാണാൻ കഴിയുന്നത്, വാൻഗോഗ് എന്ന ചിത്രകാരനെ അല്ല എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അയ്യപ്പനെ തേടി അയ്യപ്പൻ താമസിക്കുന്ന മുറിയിൽ ചെല്ലുന്ന ഒരാൾക്ക് അയ്യപ്പനിലെ കവിയെയല്ല കാണാൻ കഴിയുന്നത്, അയ്യപ്പനിലെ മനുഷ്യനെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അയ്യപ്പനിലെ മനുഷ്യനും അയ്യപ്പനിലെ കവിയും രണ്ടാണ് എന്നാണ് എൻ്റെ തോന്നൽ. അയ്യപ്പനിലെ മനുഷ്യനെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ ആ മനുഷ്യൻ്റെ നല്ലതും ചീത്തയും ഏറ്റുവാങ്ങാനുള്ള തയ്യാറെടുപ്പ് കൂടെ അയാളെ അന്വേഷിക്കുന്ന മനുഷ്യർക്കുണ്ടാവുക എന്ന പക്വത ഒരാരാധകനുണ്ടാവേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇനി എൻ്റെ വ്യക്തിപരമായ നോട്ടങ്ങളിലേക്കാണ് വരുന്നതെങ്കിൽ, എൻ്റെ കുഞ്ഞുനാൾ മുതൽ മമ്മൂട്ടിയും മോഹൻലാലും എന്നെ വല്ലാതെ ഭ്രാന്ത് പിടിപ്പിച്ച, വല്ലാതെ ലഹരി പിടിപ്പിച്ച 2 മനുഷ്യർ തന്നെയാണ്. മമ്മൂട്ടി പുസ്തകത്തിന് കണ്ട് കണ്ട് പെരുകുന്ന കടൽ എന്ന് ഞാൻ പേര് കൊടുത്തതുപോലും മമ്മൂട്ടി എനിക്ക് ഞാൻ കണ്ട് വലുതായ ഒരു കടലാണ് എന്ന തോന്നൽ കൊണ്ടാണ്. ഞാൻ മമ്മൂട്ടിയെ നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഞാൻ മമ്മൂട്ടി അവസാനമായി കാണുന്നത്. മമ്മൂട്ടിയിലെ അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ പുസ്തകം അവസാനിപ്പിക്കുന്നതും. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന മമ്മൂട്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി നൻപകലിലെ നായകനാവുന്ന ഒരു ട്രാൻസിഷൻ, നൻപകൽ തന്നെ സത്യത്തിൽ രണ്ട് മനുഷ്യരുടെ ട്രാൻസിഷൻ്റെ കഥയാണ്. ഒരാളുടെ ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് പൂങ്കുഴലിയോട് ഞാൻ നിൻ്റെ സുന്ദരമല്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന മനുഷ്യനാണ് നൻപകൽ നേരത്തെ മയക്കത്തിലെ നായകൻ. ഇനി പൂങ്കുഴലി എന്തു ചെയ്യുമെന്ന ചോദ്യത്തിലാണ് ആ സിനിമ നിൽക്കുന്നത്. അതാണ് ആ സിനിമയുടെ ഭംഗി. മമ്മൂട്ടി അങ്ങനെ പോയിട്ടും വിട്ടുപോകാതെ നമ്മളുടെ മുമ്പിൽ കിടക്കുന്ന മമ്മൂട്ടിയല്ല, അയാൾ മറ്റൊരാളായാണ് അയാളുടെ അഭിനേതാവിൻ്റെ കുപ്പായത്തിലേക്ക് കയറിപ്പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പുസ്തകം അവസാനിപ്പിക്കുന്നത്. രണ്ടും രണ്ടാണ് എന്ന ബോധ്യം എന്നിലെ പ്രേക്ഷകനുണ്ട്. എന്നിട്ടും മമ്മൂട്ടി ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും എന്നിട്ടും മമ്മൂട്ടി ഇഷ്ടമാണ്. ഞാൻ ആ മമ്മൂട്ടി ഉണ്ടാക്കുന്ന അപകടത്തെ കൂടെ ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കൊണ്ടാണ് അയാളെ സ്നേഹിക്കുന്നത്. മോഹൻലാലിനെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ കഞ്ചാവിൽ മോഹൻലാലിനെ കുറിച്ച് എഴുതിയ ആർട്ടിക്കിളിൽ തന്നെ പറയുന്നുണ്ട്, ഇഷ്ടം വൈകിട്ട് എന്താണ് പരിപാടി എന്നൊളികണ്ണിട്ട് ചോദിക്കുന്ന മോഹൻലാലിനെ തന്നെയാണ് എന്ന് ഞാനതിൽ പറയുന്നുണ്ട്. ലാലേട്ടൻ നമ്മൾ ഉദ്ദേശിക്കുന്നയാളല്ല എന്ന് നിങ്ങൾ എന്നോട് പറയുമ്പോൾ എനിക്ക് പറയാനുള്ള മറുപടി, ലാലേട്ടൻ ഞാൻ ഉദ്ദേശിക്കുന്ന ആൾ തന്നെയാണ് എന്ന് ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. അദ്ദേഹം എന്താണ് എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടെ മാത്രമേ
ഞാൻ ലാലേട്ടനെ നോക്കിയിട്ടുള്ളൂ. മോഹൻലാലായി തുടരാൻ കൂടിയുള്ള അവകാശം ഈ ലോകത്തുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ആ അവകാശം ഒരു കയ്യേറ്റമാവാത്ത കാലത്തോളം അയാൾക്ക് അയാളുടെ ജീവിതം കൂടെ ജീവിക്കാനുള്ള ലോകം അയാൾക്ക് ചുറ്റും ഉണ്ടാവുന്നതിനെയാണ് ഒരു ഡെമോക്രാറ്റിക് വ്യവസ്ഥ എന്ന് ഞാൻ പേർ വിളിക്കുന്നതും. അതുകൊണ്ട് തന്നെ എനിക്ക് മോഹൻലാലിനെ ഇഷ്ടമാണ് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. ഞാൻ അപ്പോഴും പറയും, സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ കളി എനിക്കിഷ്ടമാണ്, എനിക്ക് സച്ചിൻ ടെണ്ടുൽക്കറെയും ഇഷ്ടമാണ്. പക്ഷേ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ കളിയും സച്ചിൻ ടെണ്ടുൽക്കറും രണ്ടാണ് എന്ന ബോധ്യത്തിൽ തന്നെയാണ് ആ ഇഷ്ടം. എനിക്ക് യേശുദാസിൻ്റെ പാട്ട് ഇഷ്ടമാണ് എന്ന് പറയുന്ന ഒരാൾ യേശുദാസിലെ മനുഷ്യൻ ഇങ്ങനെ പെരുമാറാമോ എന്ന് ചോദിക്കുന്നത് പ്രശ്നമാണ്. യേശുദാസിലെ മനുഷ്യൻ്റെ പെരുമാറ്റമല്ല യേശുദാസിൻ്റെ പാട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ സുധീഷേട്ടൻ പറഞ്ഞ പോലെ പ്രിവിലേജ് ഒരു വലിയ പ്രശ്നമാണ്. ആ പാട്ടുണ്ടാക്കി കൊടുത്ത പ്രിവിലേജ് അയാളിലെ മനുഷ്യനെ തീർച്ചയായും അപകടകാരിയാക്കി മാറ്റുന്നുണ്ടാവും. അയ്യപ്പൻ എന്ന കവിക്ക് നാം കൽപ്പിച്ചു കൊടുത്ത പ്രിവിലേജ് ആ കവിയെ ഒരുപക്ഷെ കയ്യേറ്റക്കാരനാക്കി മാറ്റാൻ പ്രേരിപ്പിക്കുന്നുണ്ട് എങ്കിൽ ആ പ്രിവിലേജുകൾ പിൻവലിക്കപ്പെടേണ്ട ഒരു പ്രശ്നം നമ്മളുടെ മുമ്പിൽ കിടപ്പുണ്ട്. വൈരമുത്തു എതിരെ ചിന്മയി ശ്രീപദ ഈ വൈരമുത്തുവിനെ അല്ല ഞാൻ കേട്ടത് എന്ന് പറയുമ്പോൾ വൈരമുത്തുവിൻ്റെ പാട്ടിനെ നാം ഇനി എന്ത് ചെയ്യുമെന്നൊരു പ്രശ്നം നമ്മളുടെ മുമ്പിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് വരാനിരിക്കുന്ന തലമുറ കുറേ കൂടെ രാഷ്ട്രീയമായി നവീകരിക്കപ്പെട്ട ഒരു തലമുറയാണ് എന്ന് നാം പറയുമ്പോൾ ആ തലമുറയ്ക്ക് കലയെയും കലാകാരനെയും രണ്ടായി കാണാൻ കഴിയേണ്ടതുണ്ട്. പിക്കാസോയെക്കുറിച്ച് രസമുള്ള ഒരു കഥയുണ്ട്. പിക്കാസോവിൻ്റെ സ്റ്റുഡിയോവിൽ ഒരാൾ പിക്കാസോയുടെ ഒരു പെയിൻറ്റിങ് വാങ്ങാൻ വേണ്ടി ഒരിക്കൽ ചെന്നിട്ട് പറയും, പെയിൻറ്റിങ് വാങ്ങിച്ചെന്നിട്ട് പറയും, ഇതിനിടയിൽ ഒരു ഒപ്പിട്ട് തരാമോ, ഞാൻ അങ്ങയുടെ ഒരു വലിയ ആരാധകനാണ് എന്ന് പറയുമ്പോൾ പിക്കാസോ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വര നിർത്തി പുറത്തിറങ്ങിയിട്ട് പറയും, ഇതെൻ്റെ പെയിൻറ്റിങ് അല്ല എന്ന് പറയും. അയാൾ തിരിച്ചു പോവും. കുറേ മാസം കഴിഞ്ഞ് അയാൾ വരുമ്പോഴും അന്ന് വരച്ച ചിത്രത്തിൻ്റെ ബാക്കി ഭാഗം പിക്കാസോ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ പെയിൻറ്റിങ്ങുമായാണ് അയാൾ വരുന്നത്. അന്നും പിക്കാസോ പറയും വ്യാജ ചിത്രമാണ്, കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞാൽ അന്നും ഒപ്പിട്ട് കൊടുക്കില്ല. 2-3 വട്ടം വലിയ വില കൊടുത്ത് പിക്കാസോവിൻ്റെ ചിത്രങ്ങളും വാങ്ങി അയാൾ ആ സ്റ്റുഡിയോവിൽ വന്നു. പിക്കാസോ അപ്പോഴൊക്കെ വ്യാജം എന്ന് പറഞ്ഞ് അയാളെ മടക്കി. 4ാമതും വ്യാജം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഇത് വ്യാജമാണെന്ന് പറയരുത്, കാരണം ഞാൻ ആദ്യം വരുമ്പോൾ നിങ്ങൾ ഈ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നിങ്ങളിത് വരയ്ക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്, അതുകൊണ്ട് ഇതിൽ നിങ്ങൾ ഒപ്പിടണമെന്ന്. അതിന് പിക്കാസോ പറഞ്ഞൊരു മറുപടിയുണ്ട്. അത് പിക്കാസോയുടെ ജീവചരിത്രത്തിനകത്ത് പറയുന്നൊരു ക്ലാസിക് മറുപടിയാണ്, ഞാൻ ചിലപ്പോഴൊക്കെ വ്യാജ ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട്, അതുകൊണ്ട് ഞാൻ ഒപ്പിടില്ല എന്ന്. മുതിർന്നവർ ചിലപ്പോഴൊക്കെ വ്യാജ ചിത്രങ്ങൾ കൂടെ വരയ്ക്കാറുണ്ട്, താരങ്ങളും അത് ചെയ്യാറുണ്ട് എന്നൊരപകടം താരത്തെ ആരാധിക്കുമ്പോഴുണ്ട്. കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ നമുക്ക് ഓഡിയൻസിലേക്ക് ചർച്ച തുടരാൻ ഓഡിയൻസ് കൂടി ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ അഭിപ്രായം കൂടെ കേട്ടിട്ട് ബാക്കി ചർച്ചയിലേക്ക് കടന്നു വരാമെന്ന് വിചാരിക്കും. കുറച്ചു നേരം കൂടി ഞാൻ സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. മലയാള സിനിമയിൽ സൗന്ദര്യബോധത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നൊരു സന്ദർഭമാണ്. 1929-30 വിഗതകുമാരൻ വരുന്നു. അതിനുശേഷം 90 വർഷം മലയാള സിനിമ ഓടുന്നു. ഇതിനിടയിൽ ഭാവുകത്വപരമായി വലിയ സംഭവിച്ചു. 2018 ശേഷം അതിഭീകരമായ മാറ്റം, കോവിഡിൻ്റെ സമയം കഴിഞ്ഞതിന് ശേഷം മലയാളിയുടെ ഒരു കാഴ്ച സംസ്കാരം ഭീകരമായി മാറുന്നൊരു സന്ദർഭം കൂടി ഉണ്ടായി. ഈ ഒരു പരിണാമത്തെ ഏത് നിലയിലാണ് കാണാൻ ശ്രമിക്കുന്നത്? ഒരു സംശയമില്ല, വളരെ പോസിറ്റീവായിട്ടാണ്. എനിക്കൊന്നത് ലോകത്താകമാനമുള്ള കണ്ടൻറ്റുകളിലേക്ക് പെട്ടെന്നുണ്ടായ ഒരു ട്രാൻസിഷനായിരുന്നു. നമ്മളതിനു മുമ്പും ഈ OTT പ്ലാറ്റ്ഫോമുകളെക്കുറിച്ചോ മറ്റ് സംവിധാനങ്ങളെക്കുറിച്ചോ അറിയുമെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൻ്റെ അത്രയും അടുത്ത് നിൽക്കുന്നൊരു ഭാഗമായത് കോവിഡ് സമയം കൊണ്ടാണ്. സോ ആ സമയത്തുള്ള കണ്ടൻറ്റുകൾ ഉണ്ടാക്കിയൊരു ഇത് തന്നെയാണ്. പക്ഷേ അതിന് മുമ്പേ ഉള്ളൊരു എന്താ പറയുക, ഒരു വേരെന്നോ അല്ലെങ്കിൽ ഒരു വിത്തെന്നോ ഒക്കെ നമുക്കൊരു 2010 ശേഷമുള്ള സിനിമകളിലൂടെയൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഈ റെപ്രസെൻറ്റേഷൻസ് ആയി കഴിഞ്ഞാലും നായകൻ നായിക എന്നുള്ള കൺസെപ്റ്റുകളായി കഴിഞ്ഞാലും നായകൻ സർവ്വഗുണ സമ്പന്നൻ എന്ന കൺസെപ്റ്റുകളെല്ലാം ഉടച്ചു പോയി. അയാൾ ഗ്രേ ഷെയ്ഡുള്ള നായകന്മാരുണ്ട്. അവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പ്രേക്ഷകരും വളർന്നു.
അപ്പോൾ ആ ബോധത്തിൻ്റെ തുടർച്ച തന്നെയാണിത്. കോവിഡ് ശേഷം ഉണ്ടായ മാറ്റം ഉറപ്പായിട്ടും ഇത്രയേറെ കണ്ടൻറ്റുകളെക്കുറിച്ച്, ഇത്രയേറെ മനുഷ്യരെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ ഈ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കപ്പെടുന്ന സിനിമകൾ അപ്പം നമ്മൾ മാക്സിമം വന്നാൽ നമ്മൾ കാണാൻ പോകുന്നത് മലയാളം, തമിഴ്, ഹിന്ദി, പിന്നെയാണ് കന്നഡ, തെലുഗു, അല്ലേ, അങ്ങനെ ഒരു ട്രാൻസിഷൻ പോകുന്നത്. പക്ഷേ കോവിഡ് വന്നപ്പോഴേക്കും നമുക്കിതെല്ലാം, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാ സിനിമകളും ഒരേ ലെവലിൽ തന്നെ വന്നു തുടങ്ങുന്ന സംവിധാനങ്ങളിലേക്ക് മാറി. പിന്നെ പ്രാദേശികമായ സിനിമകൾ ആൾക്കാർ തേടിപ്പിടിച്ച് കാണാനുള്ളൊരിതുണ്ട്. ഒരു പക്ഷേ നമ്മൾ ഹോളിവുഡ്, ബോളിവുഡ് എന്നതിനപ്പുറത്തേക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇപ്പം സിനിമാ ബണ്ടി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അത് ഈ എനിക്ക് തോന്നുന്നു ആന്ധ്ര കർണാടക ബോർഡറിലെങ്ങാനും നടക്കുന്ന ഒരു ഗ്രാമത്തിലടക്കം ഒരു ക്യാമറ വീണ് കിട്ടുന്നു. അവർ ആ ക്യാമറ വെച്ച് അവരുടെ അനുഭവം വെച്ച് അവരൊരു സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതാണ്. ദേശീയ അവാർഡ് എങ്ങനെ സംസ്ഥാന അവാർഡ് എന്തോ കിട്ടിയൊരു പടവും കൂടിയാണത്. അപ്പോൾ അതിൽ ആ കൾച്ചറിനെ നമ്മൾ കുറേ കൂടെ അവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് ഒരു ക്യാമറ കിട്ടിയാൽ പെരുമാറുന്നത്, അത് നമ്മുടെ ഒരു കാഴ്ചപ്പാട് നോക്കി കാണുന്നു. അപ്പോൾ ഈ സൗന്ദര്യബോധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കാലത്ത് ഉണ്ടാക്കി വെച്ച നായകൻ, നായിക, ഇങ്ങനെയുള്ളൊരു സങ്കല്പങ്ങളെല്ലാം മാറി നമ്മൾ കുറേ കൂടെ മനുഷ്യർ എന്നതിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യപ്പെട്ടത് തന്നെയാണ്. അത് കോവിഡ് ഒരു കാരണമാണെന്ന് പറയുന്നില്ല, പക്ഷേ കോവിഡ് അതിനെ കുറച്ചുകൂടെ പെട്ടെന്നൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്നേ ഉള്ളൂ, കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കിയെന്നേ തോന്നിയിട്ടുള്ളൂ. അല്ല, തീർച്ചയായും ഞാൻ തുടങ്ങുമ്പോഴേ അത് പറഞ്ഞു. മലയാളിയുടെ സിനിമ ഓരോ ദിവസവും മാറി മാറി വരുന്നുണ്ട്. പക്ഷേ മലയാളിയിലെ പ്രേക്ഷകൻ, നമ്മളൊക്കെ എത്രമേൽ നവീകരിക്കപ്പെട്ടു എന്ന ചോദ്യം അപ്പോഴും കിടപ്പുണ്ട്. പലപ്പോഴും നാം ലോക ക്ലാസിക്കുകൾ എന്ന് വിളിക്കുന്ന പല സിനിമകളും നമുക്ക് മലയാളത്തിൽ ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്നതുപോലും നമ്മളുടെ ന്യൂഡിറ്റിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, സിനിമയിൽ നമ്മൾ ആവിഷ്കരിക്കാനിടയുള്ള സെക്ഷുവാലിറ്റിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, അങ്ങനെയുള്ള പലതിലും മലയാളിയുടെ പൊതുബോധം. പോൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു സിനിമ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നു. ലോകത്തെല്ലായിടത്തും വലിയ ആദരവുകൾ ഏറ്റുവാങ്ങിയ സിനിമ. പായൽ കപാഡിയെ പോലെയുള്ള ഒരു സ്ത്രീ സംവിധായിക ലോകത്തിൻ്റെ മുമ്പിൽ തലയുയർത്തി നിന്ന സിനിമ. ദിവ്യപ്രഭയെപ്പോലെയും കനേകുസൃതിയെപ്പോലെയും ഒക്കെയുള്ള ആർട്ടിസ്റ്റുകൾ റെഡ് കാർപ്പറ്റിൽ ഇന്ത്യൻ സിനിമയുടെ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്ന സിനിമ. അങ്ങനെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഒരു വലിയ ഏട് രചിച്ചുകൊണ്ടാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറയുന്ന സിനിമ കടന്നുപോയത്. ആ സിനിമ എങ്ങനെയാണ് മലയാളി തൻ്റെ തിയേറ്ററിൽ കണ്ടത് എന്ന കാഴ്ച നമ്മളുടെ സമീപ പരിസ്ഥിതിയിലൊരു വലിയ പ്രശ്നമായുണ്ട്. നമ്മളുടെ ചരിത്രത്തിൽ അതും കൂടി ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊരിടത്തും മറ്റൊരു ഇന്ത്യൻ ഭാഷയിലും അങ്ങനെയല്ല ആ സിനിമ കണ്ടത്. പക്ഷേ മലയാളിക്ക് ദിവ്യപ്രഭയുടെ ശരീരം ഇപ്പോഴും ഒരു കാഴ്ച വസ്തുവായി തീരുന്നു. നായികയുടെ തീർച്ചയായും നായികയുടെയും നായകൻ്റെയും ഒക്കെ ശരീരത്തിന് ഒരു കാഴ്ച വസ്തു, ഒരു കമോഡിറ്റി എന്ന രൂപത്തിൽ പ്രസക്തിയുണ്ട് എന്ന പക്ഷവും എനിക്കുണ്ട്. നായിക ശരീരം നാം എല്ലാം ഒരു ചരക്ക്, ഒരു കമോഡിറ്റി എന്നൊക്കെ പറയുന്ന വാക്കിനെ എത്ര കണ്ട് പൊളിച്ചെഴുതാൻ ശ്രമിച്ചാലും അത് പൂർണ്ണബോധ്യം ഇപ്പോഴും സിനിമ നിർമ്മാണം നടക്കുമ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നായിക ശരീരത്തിനെ ആ രൂപത്തിൽ തന്നെ കൊമേഴ്സ്യൽ സിനിമകൾ ഉപയോഗിക്കുന്നത്. മലയാളിയുടെ നായക ശരീരത്തെയും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജയൻ പലപ്പോഴും മലയാള സിനിമയിൽ കുപ്പായമഴിച്ചിട്ട് കുതിരയെ തടവുന്ന ജയൻ്റെ ചിത്രം എന്ന് പറയുന്നത് തീർച്ചയായും ഒരു ചരക്ക് എന്ന രൂപത്തിൽ ഒരാൺ ശരീരത്തിനെ ഉപയോഗിക്കുന്ന കാഴ്ചയാണ്. അല്ലെങ്കിൽ ഇങ്ങ് നന്ദഗോപാൽ മാരാർ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം നരസിംഹം എന്ന് പറയുന്ന ചിത്രത്തിനകത്ത് ഒരു ആട്ടുകട്ടിലിരുന്ന് കുപ്പായമഴിച്ചിട്ടാടുന്ന കാഴ്ചയിൽ പോലും ഒരു ശരീരത്തിൻ്റെ വിപണി മൂല്യം ഉണ്ട്. അതുകൊണ്ട് ആൺ ശരീരമായാലും പെൺ ശരീരമായാലും അതിൻ്റെ മൂല്യത്തെ സിനിമ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോഴും നമ്മളുടെ ഒളിഞ്ഞു നോട്ടത്തിന്, നമ്മളുടെ സെക്ഷൽ ഫ്രസ്ട്രേഷന് വലിയ കുറവുകളൊന്നുമില്ല എന്നാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് പോലെയുള്ളൊരു സിനിമ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഇപ്പം പെർഫ്യൂം എന്ന് പറയുന്ന ഒരു സിനിമ ലോകത്തെ ക്ലാസിക് സിനിമകളിലൊന്നാണ്. നിങ്ങളിൽ പലരും ആ സിനിമ കണ്ടിട്ടുണ്ടാകും. പക്ഷേ പെർഫ്യൂം പോലെ ഒരു സിനിമ മലയാളിയുടെ തിയേറ്ററിൽ സംഭവിക്കുമോ എന്നതെനിക്ക് അത്ഭുതമാണ്. പെർഫ്യൂം എന്ന് പറയുന്ന സിനിമയിൽ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു മണത്തിൽ കാമാസക്തരായ മനുഷ്യർ നടത്തുന്ന വേഴ്ചകളുടെ ഒരു വലിയ ഇടത്തിലാണ് ആ സിനിമ അവസാനിക്കുന്നത്. അങ്ങനെ ഒരു വേഴ്ചയുടെ ഇടം
മലയാള സിനിമയിൽ നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയില്ല. മലയാളിയുടെ തിയേറ്ററിൽ വലിയ കൂക്കിയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നാം ഒരുപാട് ദൂരം മുന്നോട്ട് പോയി നമ്മളുടെ സിനിമയിൽ എന്ന് പറയുമ്പോഴും നാം ഒരുപാട് ദൂരം മുന്നോട്ട് പോയ പ്രേക്ഷകനാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പുഷ്പ 2 പോലെ ഒരു സിനിമ തിയേറ്ററിൽ കഴിഞ്ഞ ദിവസം 3 മണിക്കൂർ 20 മിനിറ്റുണ്ട് പുഷ്പ 2 എന്ന് പറയുന്ന സിനിമ. ആ സിനിമയെക്കുറിച്ചുള്ള വലിയ അഭിപ്രായ ഐക്യങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ നമുക്ക് കാണിക്കാം. പക്ഷേ മലയാളിയുടെ നവമാധ്യമ ഇടങ്ങളിൽ മുഴുവനും അതിക്രൂരമായി ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ട ഒരാൾ അതിലെ നായികയായ രശ്മിക മന്ദാനയാണ്. രശ്മിക മന്ദാന അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്ന്, ആളുകൾക്ക് വലിയ അലോസരവും അസ്വസ്ഥതയും ഉണ്ടാക്കുന്ന രൂപത്തിൽ അവർ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഇമോഷൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഞാൻ വളരെ രസമായി വായിച്ച ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ആണിന് അത് പറയാവുന്ന സിനിമയാണ് ഇപ്പോഴും നമ്മളുടെ സിനിമ. എനിക്ക് വലിയ ഇമോഷനുകൾ ഉണ്ടാവുന്നു, എനിക്ക് നിന്നോട് വലിയ താല്പര്യം തോന്നുന്നു എന്ന് ആണിന് പറയാവുന്ന, ആണിൻ്റെ കിടപ്പറയിലേക്ക് ഇപ്പോഴും പെണ്ണിനെ വലിച്ചു കൊണ്ടുപോകാവുന്ന കാഴ്ചയിൽ തന്നെയാണ് മലയാളിയുടെ സിനിമാ കാഴ്ച കിടക്കുന്നത്. രശ്മിക മന്ദാന അല്ലു അർജുനെ പോലെയുള്ള വലിയ ഉടൽ പെരുപ്പമുള്ള ഒരു നായകനെ ഇടയ്ക്കിടെ കുത്തിന് പിടിച്ച് നീ ഇപ്പോൾ സിൻഡിക്കേറ്റ് മീറ്റിങ്ങിന് പോവണ്ട, എനിക്കിപ്പോൾ നിന്നെ എൻ്റെ കിടപ്പറയിൽ വേണമെന്ന് പറഞ്ഞ് വലിച്ചു കൊണ്ടുപോകുമ്പോൾ അസ്വസ്ഥത തോന്നുന്നു മലയാളി പ്രേക്ഷകനെങ്കിൽ നാം ഒരുപാട് ദൂരം മുന്നോട്ട് പോയിട്ടില്ല. നാം ഇപ്പോഴും പഴയ ആണാരാധകരിൽ തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് സിനിമ സഞ്ചരിക്കുന്ന ദൂരത്തോളം സഞ്ചരിച്ചിട്ടുണ്ടോ നാം എന്നുകൂടെ ആലോചിച്ചിട്ട് മാത്രമേ സിനിമയുടെ മാറ്റത്തെ കാണാനാവൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ നിലയിലുള്ളൊരു നിരീക്ഷണമാണ് മലയാള സിനിമ എവിടെ വരെ എത്തി എന്നുള്ളത്. ഒരു ചർച്ച തുടങ്ങി വെക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല, കാരണം ടോപ്പിക്ക് സംഘാടകർ തരും. ആ ചർച്ച നീട്ടിക്കൊണ്ടുപോകാനും വലിയ പ്രയാസമില്ല, കാരണം അപ്പുറം ഇരിക്കുന്ന 2 പേര് നന്നായി സംസാരിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നതിൽ നിന്ന് വീണ് കിട്ടുന്നൊരു കാര്യം വെച്ചിട്ട് നമുക്കത് മുന്നോട്ട് പൂരിപ്പിക്കാൻ പറ്റും. ചർച്ച അവസാനിപ്പിക്കാനാണ് പ്രയാസം. എൻ്റെ ഭാഗ്യം കൊണ്ടാണെന്തോ സംഘാടകർ വന്നിട്ട് പറഞ്ഞു ചർച്ച നിർത്തണം, ഇത് അവസാനിപ്പിക്കണം, ബാക്കി പരിപാടികൾ നടത്തേണ്ടതുണ്ട് എന്ന്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മറ്റ് പ്രതികരണങ്ങളൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. 2 പേര് അപ്പുറത്തും ഇപ്പുറത്തും കടൽ പോലെ ഇങ്ങനെ, കടലിൽ തിര വരും പോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിലും വലിയ സങ്കടമുണ്ട്. സത്യത്തിൽ ഈ ചർച്ച തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ളൊരു വിഷമം അതിനകത്തുണ്ട്. എങ്കിലും ഇത് അവസാനിപ്പിക്കാതെ വയ്യ. ഇത്ര നേരം ഞങ്ങളെ കേട്ടിരുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക്, കാണികൾക്ക്, കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥി യൂണിയന് ഞങ്ങളുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് അറിയുമോയെന്ന് എനിക്കറിയില്ല, എൻ്റെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന 2 പേര് അധ്യാപകരാണ് ഒരു നിലയ്ക്ക്. 2 പേരും പഠിപ്പിക്കുന്ന വിഷയം രസതന്ത്രമാണ്. സിനിമയും രസതന്ത്രവും, സിനിമയിൽ കെമിസ്ട്രി ആണെന്നാണ് നമ്മളെല്ലാ കാലത്തും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം. അതിനകത്ത് ആക്ടേഴ്സ് തമ്മിൽ, അതിനകത്തെ ആർട്ടിസ്റ്റുകൾ തമ്മിൽ ഈ കെമിസ്ട്രി ഉണ്ടെങ്കിൽ മാത്രമാണ് സിനിമ വർക്കൗട്ട് ആവുള്ളൂ എന്നാണ് പറയുന്ന കാര്യം. അത്തരത്തിൽ രസതന്ത്രത്തെയും സിനിമയെയും ഒരേ നിലയിൽ ലഹരിയായി കൊണ്ടുനടക്കുന്ന 2 പേരുടെ ഒപ്പം ഇരുന്നിട്ട് 2 ലഹരികളെക്കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ ചാരിതാർത്ഥ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അറിയിക്കുന്നു. മോഡറേറ്റർ എന്നുള്ള നിലയ്ക്ക് ഈ സെഷൻ അവസാനിപ്പിക്കുന്നതായിട്ടും. സംഘാടകർ വന്ന് പെട്ടെന്ന് ഇത് നിർത്താൻ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് പ്രയാസമായിരിക്കും, കാരണം ചർച്ച തുടങ്ങിയിട്ടേ ഉള്ളതൊന്നുമല്ല. അതിൽ വ്യക്തിപരമായി ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. 5:30 മണിക്ക് ബെന്യാമിൻ്റെ ഒരു മോൺട്രി ഷെയർ ഡയറി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം നടക്കുന്നുണ്ട് തൊട്ടടുത്ത് മാതൃഭൂമി ബുക്സിൽ. അത് ഞാൻ കൂടെ പങ്കെടുക്കേണ്ട ഒരു ചടങ്ങായിപ്പോയി. നമ്മളുടെ സമയം അല്പം മാറിപ്പോയത് കൊണ്ടാണ് അവരെന്നോട് ഇറങ്ങണമെന്ന് പറഞ്ഞ്. സത്യത്തിൽ എന്നോട് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുള്ളൂ, സുധീഷ് ചേട്ടൻ ഒറ്റയ്ക്ക് തുടരാവുന്നതായിരുന്നു. എന്തായാലും വലിയ സന്തോഷമുണ്ട്. രസമുള്ള കാഴ്ചയാണ് ഒരു യൂണിവേഴ്സിറ്റിക്കകത്ത് ഇങ്ങനെയൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുക എന്നത്. ഒരു യൂണിവേഴ്സിറ്റി, ഒരു സർവകലാശാല എന്ന പേരിനെ അങ്ങേയറ്റം അഭിമാനത്തോടുകൂടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി കൊണ്ടാടുന്നു എന്നതിൻ്റെ സന്തോഷം കൂടെ പങ്കുവെച്ചുകൊണ്ടാണ് മടങ്ങുന്നത്. നന്ദി. ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു.